ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മലങ്കര കാത്തലിക് ടിവിയുടെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ നിയമത്തിലെ വിശുദ്ധ പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിലെ കുടുംബചിന്തകളെ പറ്റിയായിരുന്നു നാം കഴിഞ്ഞ ആഴ്ച മുതൽ ചിന്തിച്ചു വന്നിരുന്നത്. റോമാക്കാർക്കുള്ള ലേഖനത്തിനും കൊറിന്ത്യർക്കുള്ള ലേഖനത്തിനും ശേഷം ഇന്നേ ദിവസം എഫേസ്യസുകാർക്ക് എഴുതിയ ലേഖനത്തിലും കൊളോസ്യർക്കുള്ള ലേഖനത്തിലും പൗലോസ്ലീഹ പരാമർശിക്കുന്ന കുടുംബചിന്തകളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. വിവാഹ സമയത്ത് വായിക്കപ്പെടുന്ന എല്ലാ വിവാഹങ്ങളുടെ മധ്യത്തിലും വായിക്കപ്പെടുന്ന ഒരു ലേഖന ഭാഗമാണ് എഫേസ്യസുകാർക്ക് എഴുതിയ ലേഖനം. ഈ എഫേസ്യസുകാർക്ക് എഴുതിയ ലേഖനത്തിലും കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിലും കുടുംബത്തെപ്പറ്റി പരാമർശിക്കുന്ന കാര്യങ്ങൾ വളരെ സാമ്യമുള്ളതും താരതമ്യമുള്ളതുമാണ്. ഈ ഭാഗങ്ങളെ പറ്റി നമുക്ക് പ്രത്യേകമായിട്ട് ചിന്തിക്കാം. എഫേസ്യസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 21 മുതൽ 6-ാം അധ്യായം 9 വരെ ആദിമ ക്രൈസ്തവ സമൂഹങ്ങളിലെ വിശ്വാസ സമൂഹങ്ങളിലെ കുടുംബങ്ങളിലുണ്ടായിരിക്കേണ്ട ഒരു ഭവന ചട്ടക്രമത്തെപ്പറ്റി സവിസ്തരം പ്രസ്താവിക്കുന്നുണ്ട് വിശുദ്ധ പൗലോസ്ലീഹ. അതിനോട് സാമ്യമായ രീതിയിൽ കൊളോസ്യർക്കുള്ള ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 5-ാം വചനം മുതൽ 4-ാം അധ്യായം 6-ാം വചനം വരെയും ഈ കുടുംബചട്ടക്രമത്തെപ്പറ്റി, ഒരു ഹൗസ് കോഡിനെ പറ്റി വളരെ വിശദമായി പൗലോസ്ലീഹ പരാമർശിക്കുന്നത് നമുക്ക് വായിക്കാനാവും. കൊളോസ്യർക്കുള്ള ലേഖനത്തിൽ നാം നോക്കുകയാണെങ്കിൽ കുടുംബത്തെ പറ്റിയുള്ള ചിന്തകൾക്ക് തൊട്ടു മുമ്പായി പറയുന്ന കാര്യം പുണ്യങ്ങളെപ്പറ്റിയും പാപങ്ങളെപ്പറ്റിയും അഥവാ നന്മകളെപ്പറ്റിയും തിന്മകളെപ്പറ്റിയുമുള്ള വലിയ ഒരു പട്ടികയ്ക്ക് ശേഷമാണ് കുടുംബക്രമത്തെപ്പറ്റി വളരെ വിശദമായി പരാമർശിക്കുന്നത്. ആദ്യം ഉപേക്ഷിക്കപ്പെടേണ്ട തിന്മകളുടെ ഒരു ലിസ്റ്റ് നൽകുന്നതിന് ശേഷം ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തിയും തങ്ങളുടെ ജീവിതത്തിൻ്റെ ക്രമമാക്കേണ്ട, തങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ രീതിയാക്കേണ്ട സദ്ഗുണങ്ങളെപ്പറ്റി പറഞ്ഞതിന് ശേഷമാണ് കുടുംബത്തെപ്പറ്റി വിശുദ്ധ പൗലോസ്ലീഹ പരാമർശിക്കുക. ഈ കുടുംബത്തെപ്പറ്റിയുള്ള പരാമർശത്തിന് എഫേസ്യസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ അതേ രൂപം തന്നെ ആയതിനാൽ കൊളോസ്യർക്കുള്ള ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്തെപ്പറ്റി നമുക്കല്പം ചിന്തിക്കാം. ആദിമ ക്രിസ്ത്യാനികൾ ക്രിസ്തുമതം സ്വീകരിച്ചതിന് ശേഷം, ജ്ഞാനസ്നാനം സ്വീകരിച്ചതിന് ശേഷം സ്വീകരിക്കേണ്ട ജീവിതക്രമമാണ് പുണ്യങ്ങൾ എന്ന് പറയുമ്പോൾ, പുണ്യങ്ങൾ പരിശീലിക്കുക എന്നത് ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന പ്രമാണവും അടിസ്ഥാന ജീവിത ശൈലിയുമാണെന്ന് പൗലോസ്ലീഹ ഇവിടെ വ്യക്തമാക്കുകയാണ്. ഈ വ്യത്യാസം എന്ന് പറയുന്നത് ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോരുത്തരുടെ ജീവിതത്തിലും ആന്തരിക ജീവിതത്തിലും ഉണ്ടാകേണ്ട ഭാവപകർച്ചയാണ്, ഭാവവ്യത്യാസമാണ്. ജ്ഞാനസ്നാനം സ്വീകരിച്ചവർ സാമൂഹ്യ ചട്ടങ്ങൾക്കപ്പുറത്തുള്ള ആന്തരികമായ ഒരു നവീകരണം, ആന്തരികമായൊരു പുനർജനനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഇത് നമുക്ക് സൂചന നൽകുന്നുണ്ട്. ഇപ്രകാരം പുനർജനിക്കുന്നവരാണ് ആദിമ ക്രൈസ്തവ കുടുംബാംഗങ്ങളായി ജ്ഞാനസ്നാനത്തിലൂടെ പുതിയ ജന്മമെടുക്കുകയും പുതിയൊരു കുടുംബത്തിൻ്റെ പുതിയൊരു ജീവിതശൈലിയുടെ വക്താക്കളാകുകയും ചെയ്യുമ്പോൾ ആ കുടുംബാംഗങ്ങൾ പാലിക്കേണ്ട നന്മകളുടെ, പുണ്യങ്ങളുടെ ഒരു ലിസ്റ്റ് നൽകുമ്പോൾ ഒരു പുനർക്രമീകരണത്തിൻ്റെ ഫോർമുലയാണ് ഈ പുണ്യത്തിലൂടെ നമുക്ക് നൽകപ്പെടുന്നത്. ഈ ഫോർമുലയിലൂടെയാണ് യഥാർത്ഥത്തിൽ കൃപ നിറയുന്ന കുടുംബങ്ങൾ ആദിമസഭയിൽ രൂപപ്പെട്ടത് എന്ന് നമുക്ക് വെളിവാകുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യസുകാർക്ക് എഴുതിയ ലേഖനത്തിലും 1-ാം ലേഖനത്തിൻ്റെ 12-ാം അധ്യായം 13-ാം വചനത്തിൽ ക്രൈസ്തവർക്കുണ്ടാകേണ്ട ഈ വ്യത്യാസത്തെപ്പറ്റി സൂചന നൽകുന്നതിൻ്റെ വിശദമായ ചില ചിന്തകളാണ് നമുക്കിവിടെ കാണാനാവുക. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ ചിന്തയും വാക്കും പ്രവൃത്തിയും ഒക്കെ വിശുദ്ധമായി തീരേണ്ടതിൻ്റെ സൂചന നൽകിയതിന് ശേഷമാണ് കുടുംബചിന്തകളിലേക്ക് പൗലോസ്ലീഹ കൊളോസ്യർക്കുള്ള ലേഖനത്തിൽ കടക്കുക. എഫേസ്യസുകാർക്കുള്ള ലേഖനത്തിലേക്ക് നാം കടക്കുമ്പോൾ ഒരു ഭവന ചട്ടക്രമം തന്നെ നൽകുന്നതായി നമുക്ക് കാണാൻ പറ്റും.
ആദിമ ക്രൈസ്തവ സമൂഹത്തിന് നൽകുന്ന സാന്മാർഗിക ഉപദേശങ്ങൾ വളരെ വ്യക്തമായി നമുക്കിവിടെ മനസ്സിലാക്കാനാവും. ഈ സാന്മാർഗിക ഉപദേശങ്ങൾ അന്ന് നിലവിലിരുന്ന യവന റോമ സംസ്കാരത്തിൻ്റെ സാമൂഹിക ക്രമത്തിൻ്റെ ചുവട് പിടിച്ച് തന്നെയാണ് വന്നിരുന്നത്. അപ്രകാരം നാം നോക്കുമ്പോൾ എഫേസുസ്യർക്കെഴുതിയ ലേഖനത്തിലും കൊളോസ്യർക്കുള്ള ലേഖനത്തിലും കാണപ്പെടുന്ന ഈ സാമൂഹിക ചട്ടക്രമത്തിൽ പുരുഷ മേധാവിത്വം ഉണ്ടായിരുന്ന ഒരു സാമൂഹിക ക്രമമായിരുന്നു അന്ന് നിലവിലിരുന്നത്. ആ രീതിയിൽ തന്നെ മുന്നോട്ടു ആ ക്രമത്തെ ആകമാനം തച്ചുടയ്ക്കാതെ അതിന് മാറ്റേണ്ടിയിരുന്ന ദൈവിക മാനത്തിലേക്ക് ഉയർത്തുകയാണ് പൗലോസ്ലീഹ തൻ്റെ പ്രബോധനങ്ങളിലൂടെ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, സമൂഹത്തിൽ അന്നുണ്ടായിരുന്ന ക്രമം പുരുഷാധിപത്യത്തിൻ്റെയും സ്ത്രീകൾക്ക് പുരുഷനോടും തുല്യതയോ പുരുഷനോടും അവകാശങ്ങളോ ഇല്ലാതിരുന്ന ഒരു സമൂഹത്തിൽ അതിനെ തച്ചുടയ്ക്കുക അത്ര എളുപ്പമാവുകയോ അല്ലെങ്കിൽ ആ ജീവിതക്രമത്തെ മാറ്റിമറിക്കുക അത്ര എളുപ്പമാകുകയോ അല്ല എന്ന് അറിയുന്നതോടൊപ്പം തന്നെ അത് ആദിമ ക്രൈസ്തവരുടെ നിലനിൽപ്പിന് തന്നെ തടസ്സമാകും, ഭീഷണിയാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സാമൂഹിക ക്രമത്തെ, സാംസ്കാരിക പാരമ്പര്യങ്ങളെ തച്ചുടയ്ക്കുവാനല്ല, മറിച്ച് അതിന് പുതിയ മാനങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. ഇവിടെ നാം വായിക്കുമ്പോൾ പൗലോസ്ലീഹ എഫേസുസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വചനം പ്രകാരമാണ് പറയുന്നത്: ക്രിസ്തുവിനെ പ്രതിയുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഇവിടെ പാരസ്പരികതയുടെ, പരസ്പര ആശ്രയത്വത്തിൻ്റെ, വിധേയത്വത്തിൻ്റെ പാഠം ഇവിടെ നമുക്ക് കാണാനാവും. തുടർന്ന് പറയുന്നു, ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരത്തെ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ഒരുപക്ഷെ ആധുനികമായ ഈ സംസ്കാരത്തിനും ഇന്നത്തെ തലമുറയ്ക്കും തീരെ മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. മാത്രമല്ല ഒരുപക്ഷെ തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒരു വചനഭാഗമാണിത്. ഭാര്യമാർ ഭർത്താവിന് വിധേയരായിരിക്കണം എന്നുള്ള ഒരു കൽപ്പന പോലെ അവരുടെ സാമൂഹികമായ സമത്വം എടുത്തുമാറ്റുന്നതാണ്, അല്ലെങ്കിൽ പൗലോസ്ലീഹ ഭാര്യ ഭർത്താക്കന്മാരുടെ, സ്ത്രീ പുരുഷന്മാരുടെ സമമായ അവകാശങ്ങൾക്കും എതിരാണ് എന്ന് തോന്നിക്കത്തക്കതിലാണ് ഈ വചനഭാഗം. എന്നാൽ ഇതിൻ്റെ മാനം വ്യത്യാസമാണ്. ഇവിടെ പറയപ്പെടുന്നത് കാര്യം, യവന റോമ സംസ്കാരത്തിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ താഴ്ന്നവരും കുറച്ച് അവകാശങ്ങൾക്ക് ഉടമകളുമായിരുന്നുവെങ്കിൽ ഇവിടെ നൽകപ്പെടുന്ന മാനം മറ്റൊന്നാണ്. ഇതുവരെയും നിങ്ങളുടെ സാമൂഹിക ക്രമത്തിൽ ഭാര്യമാർ സാമൂഹിക ക്രമത്തിൻ്റെ പേരിൽ വിധേയപ്പെട്ടിരുന്നുവെങ്കിൽ ഇതാ ക്രിസ്തീയ സമൂഹത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരിൽ ഒരു പുതിയ ജീവിതക്രമം ആരംഭിക്കുകയാണ്. നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കേണ്ടത്, ഭാര്യ ഭർത്താവിന് വിധേയരായിരിക്കേണ്ടത് ഒരു സാമൂഹിക ക്രമത്തിൻ്റെ പേരിൽ മാത്രമല്ല, ഒരു സാമൂഹികമായ ഒരു നിയമത്തിൻ്റെയോ ഒരു ചട്ടത്തിൻ്റെയോ ഒരു ക്രമത്തിൻ്റെയോ ഒരു രീതിയുടെയോ പേരിലല്ല, മറിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചവർ കർത്താവിൻ്റെ സ്നേഹത്തെ പ്രതി ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. കാരണം സഭയെ കർത്താവായ മിശിഹ എങ്ങനെ സ്നേഹിച്ചുവോ അപ്രകാരം സ്നേഹത്തിൻ്റെ പേരിലായിരിക്കണം വിധേയത്വം ഉണ്ടാവുക. സ്നേഹമുള്ളിടത്ത് വിധേയത്വം ഭാരമോ സ്നേഹമുള്ളിടത്ത് വിധേയത്വം അടിമത്വമോ അല്ല, മറിച്ച് അതൊരു ആന്തരിക അനുഭവമാണ്. ഓരോ ക്രിസ്ത്യാനിയും ഓരോ ദമ്പതികളും വളർന്നു വരേണ്ട ഒരു ഉയർന്ന മാനത്തിലേക്കാണ്, വിവാഹത്തിൻ്റെ ഉന്നതമായ ഒരു മാനത്തിലേക്കാണ് ഈ വചനഭാഗം നമ്മെ ക്ഷണിക്കുന്നത്. ഇനി മുതൽ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം വിധേയപ്പെടേണ്ടതും അനുസരിക്കേണ്ടതും, പ്രത്യേകിച്ചും ഭാര്യമാർ അനുസരിക്കേണ്ടത്
തങ്ങൾ വിവാഹിതരായി ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെ പേരിലല്ല, മറിച്ച് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെ പേരിലായിരിക്കണം. തുടർന്ന് ക്രിസ്തു എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചത്? ഇവിടെ നാം വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഭവനക്രമത്തിൽ ഭാര്യ ഭർത്താവിനെ അനുസരിക്കണമെന്ന് പറയുന്നതിന് തൊട്ടടുത്ത് പറയുന്നത് അവളെ ഭരിക്കണം എന്നല്ല, മറിച്ച് അവളെ സ്നേഹിക്കണമെന്നാണ്. ഭരണക്രമത്തിൽ, അവരുടെ സാമൂഹിക കർമ്മത്തിൽ വിധേയത്വം ആധിപത്യത്തിൻ്റെയും അനുസരിപ്പിക്കലിൻ്റെയും ഒക്കെ ആയിരുന്നുവെങ്കിൽ യേശു ക്രിസ്തു പറയുന്നു, ഇതാ ഈ പുതിയ ജീവിതക്രമം, ക്രിസ്ത്യാനി എന്ന ജീവിതക്രമം, ക്രിസ്തീയ ഭവനം എന്ന ഭവന ചട്ടക്രമം ഇനിമേലായിരിക്കേണ്ടത് സ്നേഹം എന്ന നിയമത്തിൻ്റെ പേരിലായിരിക്കണം, സ്നേഹം എന്ന ജീവിതക്രമത്തിൻ്റെ പേരിലായിരിക്കണം. നിങ്ങൾ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി പരസ്പരം വിധേയരായിരിക്കുവിൻ. യേശുവിലായിരിക്കുക എന്നുള്ളതാണ് ഇവിടെ മൗലികമായ അവകാശം, മൗലികമായ യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ തിരുവചനം വിരൽ ചൂണ്ടുന്നത്. സ്നേഹിക്കണമെന്ന 5-ാം അധ്യായത്തിൻ്റെ 25-ാം വചനം എല്ലാ വിശ്വാസികൾക്കും ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന് പലവട്ടം പറയുന്നതായി നമുക്ക് കാണാം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഓരോ കുടുംബവും തൻ്റെ പങ്കാളിയുടെ നന്മയ്ക്ക് വേണ്ടി, പങ്കാളിയുടെ ഉന്നമനത്തിന് വേണ്ടിയായിരിക്കണം ലക്ഷ്യം വയ്ക്കേണ്ടത്. കാരണം ക്രിസ്തു സഭയെ സ്നേഹിച്ചതും സ്വീകരിച്ചതും സഭയുടെ ശിരസ്സായിരിക്കുന്നതും ആ സഭയാകുന്നതിൻ്റെ മണവാട്ടിയുടെ നന്മയെ ഉന്നം വെച്ചാണ്. ആ സഭയ്ക്ക് വേണ്ടി ജീവനർപ്പിച്ച ക്രിസ്തുവാണ് സഭയെന്ന മണവാട്ടിയുടെ ശിരസ്. ആ ശിരസ് ആ ശരീരത്തിന് വേണ്ടി സ്വയം അർപ്പിക്കുന്നത് പോലെ, സ്വയം ഇല്ലായ്മ ചെയ്യുന്നത് പോലെ, സ്വയം വിധേയപ്പെടുന്നത് പോലെ, സ്വയം സംരക്ഷിക്കുന്നത് പോലെ ഓരോ ഭർത്താക്കന്മാരും തൻ്റെ ഭാര്യമാരെ സ്നേഹിക്കണം. ഓരോ ഭാര്യമാരും ശരീരം എങ്ങനെ ശിരസിനെ സ്നേഹിക്കുന്നുവോ, ശരീരത്തിൻ്റെ അവിഭാജ്യ ഭാഗമായി ശിരസ് നിലകൊള്ളുന്നുവോ, അതുപോലെ ഭാര്യമാർ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് യേശുവിൻ്റെ പേരിൽ വിധേയരായിരിക്കുകയും സ്വന്തം ശരീരത്തെ എന്നതുപോലെ പരിചരിക്കുകയും ചെയ്യണമെന്നുള്ള ക്രിസ്തു തത്വമാണ് ഇവിടെ ഊന്നിപ്പറയുന്നത്. അതിനുശേഷം പറയുന്നത് ഇതൊരു മഹാരഹസ്യമാണ്. ദാമ്പത്യ ജീവിതം, ഭാര്യാഭർത്തൃ സ്നേഹം എന്നത് ഒരു മഹാരഹസ്യമാണ്. ഈ രഹസ്യം മനസ്സിലാക്കുന്നത് പുറത്തു നിൽക്കുന്ന ഒരുവനല്ല, മറിച്ച് ഇതിൽ പങ്കാളികളാകുന്നവരാണ്. ക്രിസ്തു തൻ്റെ ശ്രേഷ്ഠ മണവാട്ടിയായ സഭയെ സ്നേഹിക്കുന്നത് ഒരു മഹാരഹസ്യമായിരിക്കുന്നത് പോലെ ആ രഹസ്യം കാണപ്പെടുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തിലും വിധേയത്വത്തിലും പരാശ്രയത്വത്തിലും പരസ്പരാശ്രയത്വത്തിലുമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യം, ഈ ഉപദേശങ്ങളിൽ സ്ത്രീയോട് വിധേയമായിരിക്കണം എന്ന് പറയുന്നതിന് ശേഷമുള്ള ഉപദേശങ്ങൾ മുഴുവനും പുരുഷന് വേണ്ടിയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, സ്ത്രീയെ ഉപദേശിക്കുന്നതിനേക്കാൾ അധികമായി പുരുഷനാണ് ഉപദേശം നൽകുന്നത്. എങ്ങനെയാണ് തൻ്റെ ഭാര്യയെ സ്നേഹിക്കേണ്ടത് എന്ന് ഒരു നീണ്ട ഉപദേശം നൽകിയാണ് നൽകപ്പെടുന്നത്. അതുതന്നെയാണ് പരിപൂർണമായ സ്നേഹത്തിലൂടെയാണ് ഇരുവരും ഔന്നത്യം നിറഞ്ഞ കുടുംബജീവിതത്തിലേക്കും ദാമ്പത്യത്തിലേക്കും ഉയർന്ന് ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുക എന്നുള്ള മൗലികമായ സത്യം ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നതായി നമുക്ക് കാണാം. അതിനുശേഷം പറയുന്ന മറ്റൊരു ക്രമം കുട്ടികൾക്കുള്ള അനുസരണമാണ്. മാതാപിതാക്കളോടുള്ള ഉപദേശത്തിന് ശേഷം പിന്നീട് നാം കാണുന്നത് കുട്ടികൾ എങ്ങനെയാണ് മാതാപിതാക്കളെ അനുസരിക്കേണ്ടത് എന്നുള്ളതാണ്. കുട്ടികളെ, നിങ്ങൾ കർത്താവിൽ മാതാപിതാക്കളെ അനുസരിക്കുമെന്നത് ന്യായയുക്തമാണ്. നിങ്ങൾക്ക് നന്മ കൈവരുവാനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. പിതാക്കന്മാരെ, നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്. അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. എത്ര മനോഹരമായ ഒരു ദൈവവചന ഭാഗമാണിത്. ശിക്ഷിക്കുന്നതും അവരെ നേർവഴിയിൽ നടത്തുന്നതും ഉപദേശിക്കുന്നതുമൊക്കെ
മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ കൃത്യമായി നൽകുന്ന ഉപദേശം ഇതാണ്: നിങ്ങൾ എന്തിനാണ് അനുസരിക്കേണ്ടത്? എന്തിൻ്റെ പേരിലാണ് അനുസരിക്കേണ്ടത്? മാതാപിതാക്കളെ അനുസരിക്കേണ്ടതിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, സ്നേഹത്തിൻ്റെ ഭാവമായി ഭൂമിയിൽ തൻ്റെ മക്കൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ മറ്റൊന്നിൻ്റെയും പേരിലല്ല, അവരുടെ കഴിവിൻ്റെയോ അവരുടെ ശ്രേഷ്ഠതയുടെയോ അവരുടെ പുണ്യത്തിൻ്റെയോ അവരുടെ മാഹാത്മ്യത്തിൻ്റെയോ ഒന്നും പേരിലല്ല, മറിച്ച് കർത്താവിൻ്റെ പേരിലാണ് കുട്ടികൾ മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടതും അനുസരിക്കേണ്ടതും. ഈ അനുസരണത്തിൽ നിന്ന് കിട്ടുന്ന ഫലം എന്താണെന്ന് ഇവിടെ വ്യക്തമായി സൂചിപ്പിക്കുമ്പോൾ കൽപ്പനകളുടെ പൂർത്തീകരണത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മാതാപിതാക്കളെ അനുസരിക്കണം, ബഹുമാനിക്കണം എന്ന കൽപ്പന വാഗ്ദത്തം നൽകിക്കൊണ്ട് നൽകപ്പെട്ട കൽപ്പനയാണ് ഇവിടെയെന്ന് നമുക്കറിയാം. ദീർഘകാലം ഭൂമിയിൽ ജീവിച്ചിരിക്കാനും അനുഗ്രഹത്തിൻ്റെ തലമുറകൾക്ക് ജന്മം നൽകുവാനും പാരമ്പര്യത്തോടും തൻ്റെ മുൻ തലമുറയോടുമുള്ള ബന്ധം ഇവിടെ സവിസ്തരം പ്രസ്താവിക്കുകയാണ്. ഇതെല്ലാം പുതിയ നിയമത്തിലെ ജീവിതക്രമവും കുടുംബ ചട്ടക്രമവുമാണ്. കൊളോസ്യർ ലേഖനത്തിലും ഇതുതന്നെയാണ് നൽകപ്പെടുക. യേശു എങ്ങനെയാണോ പിതാവിനോട് വിധേയനായിരുന്നത്, അനുസരണമുള്ളവനായിരുന്നത്, വിധേയത്വമുള്ളവനായിരുന്നത്, അത് മറ്റൊന്നിൻ്റെയും പേരിലായിരുന്നില്ല, പിതാവിനോടുള്ള സ്നേഹത്താൽ മാത്രമായിരുന്നു. ആ പിതൃപുത്ര ബന്ധം കുട്ടികളുടെ അനുസരണത്തിലും ശിക്ഷണത്തിലും അവരെ ദൈവികമായി വളർത്തുന്നതിലുമുള്ള ആഴമായ അനുഭവമായി മാറണമെന്ന് ഇവിടെ പ്രസ്താവിക്കുമ്പോൾ സാമൂഹികമായ കാരണങ്ങളാൽ കൊണ്ട് മാത്രമല്ല ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം വിധേയരായിരിക്കേണ്ടത്. ഇന്നു മുതൽ നിങ്ങൾ മറ്റൊരു ക്രമം പാലിക്കണം. ഇതുവരെ നിങ്ങൾ സാമൂഹിക ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും ജീവിതക്രമങ്ങളുടെയും പാരമ്പര്യത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഒക്കെ സംസ്കാരത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് വിധേയപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്നു മുതൽ ഒരു ദൈവശാസ്ത്രപരമായ ദൈവികമായ മാനത്തോടെ പരസ്പരം ആദരിക്കുകയും സ്നേഹിക്കുകയും അനുസരിക്കുകയും അംഗീകരിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യണമെന്ന് ഇവിടെ കൽപ്പിക്കുമ്പോൾ തുടർന്നു വരുന്ന ഭാഗത്ത് പറയുന്നത് ഇപ്രകാരം ജീവിക്കുന്നത് പ്രീതികരമാണ്. കർത്താവിന് പ്രീതികരമായത് ചെയ്യുവാൻ കുട്ടികളെ അനുശാസിക്കുന്നു. കർത്താവിന് പ്രിയപ്പെട്ടത് ചെയ്യുവാൻ മാതാപിതാക്കളോടും അനുശാസിക്കുന്നതിന് ശേഷം കുട്ടികളെ പ്രകോപിതരാക്കരുത് എന്നൊരു വചനം നാം ഇവിടെ കാണുന്നുണ്ട്. 2000 വർഷങ്ങൾക്കപ്പുറവും മാനസിക ശാസ്ത്രം, സൈക്കോളജി അത്രമാത്രം ഡെവലപ്പ് ചെയ്യാത്ത ഒരു കാലത്ത് പോലും പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ കുട്ടികളെ പ്രകോപിക്കുന്നതിനാൽ അവൾ ദൈവസ്നേഹത്തിലേക്ക് ഉയരാൻ യാതൊരു സാധ്യതയുമില്ല എന്ന ഉയർന്ന ചിന്ത നമുക്കിവിടെ കാണാം. അതോട് ചേർന്ന് വരുന്ന ഭാഗമാണ് ഭൃത്യരോടുള്ള കടമ. ആദിമ നൂറ്റാണ്ടുകളിലെ കുടുംബക്രമം ഇപ്രകാരമായിരുന്നു: ഭാര്യാഭർത്താക്കന്മാർ, കുട്ടികൾ, ദാസന്മാർ അല്ലെങ്കിൽ ഭൃത്യന്മാർ, ഇവരടങ്ങുന്നതായിരുന്നു ഒരു കുടുംബക്രമം എന്ന് പറയുന്നത്. ഈ കുടുംബക്രമത്തിൽ ദാസീദാസന്മാരുടെ സ്ഥാനം എന്താണ്, അവർ നിർവഹിക്കേണ്ട ചുമതല എന്താണ് എന്ന് ഏവർക്കും അറിയാമായിരുന്നുവെങ്കിലും ഒരു ക്രൈസ്തവ ഭവനക്രമത്തിൽ, ഒരു ഭവനത്തിൻ്റെ ചട്ടക്രമത്തിൽ ഭൃത്യർക്കുണ്ടായിരുന്ന സ്ഥാനം, അവകാശം തുലോം നിസ്സാരമായിരുന്നു എന്ന് നമുക്കറിയാം. അടിമകളുടെ സംസ്കാരമുണ്ടായിരുന്ന ഒരു കാലത്ത് എഴുതപ്പെട്ട ഈ കാര്യം ഇന്ന് എങ്ങനെ അതിന് പ്രസക്തിയുണ്ടോ എന്ന ചോദ്യം കടന്നു വരുമ്പോൾ ഇന്ന് അടിമത്തമോ അടിമകളോ നമുക്ക് ചുറ്റും കാണപ്പെടുന്നില്ലെങ്കിലും നമ്മളെ ശുശ്രൂഷിക്കുന്ന അനേകരുണ്ട്. ആ ശുശ്രൂഷിക്കുന്നവരോട് ഭൃത്യർക്ക് അല്ലെങ്കിൽ ഭൃത്യരോട് യജമാനന്മാർക്കുണ്ടാകേണ്ട മനോഭാവം, ആ സമത്വഭാവം ഇവിടെ നമുക്ക് കാണാനാവും. അതുപോലെ തന്നെ ശുശ്രൂഷിക്കുന്നവർക്കുണ്ടാകേണ്ട ആത്മാർത്ഥതയുടെ അടിസ്ഥാനപരമായ ദൈവിക ഭാവവും ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ ഇവിടെ ഭൃത്യരോട് അനുശാസിക്കുന്ന കാര്യം ഇപ്രകാരമാണ്: നിങ്ങൾ അടിമയായിരിക്കുന്നതിൻ്റെ പേരിലല്ല, നിങ്ങൾക്കെന്തെങ്കിലും പ്രതിഫലം ഈ ഭൂമിയിൽ കിട്ടും എന്നതുകൊണ്ട് മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ഭൃത്യർക്ക് വിധേയരും
അനുസരണമുള്ളവരും വിശ്വസ്തരുമായിരിക്കേണ്ടത്. മറിച്ച് നിങ്ങൾക്ക് ഈ ജീവിതത്തിന് ശേഷം നിത്യജീവൻ്റെ സമ്മാനം ലഭിക്കുന്നതോടൊപ്പം കിട്ടാനിരിക്കുന്ന പ്രതിഫലത്തെ ഉന്നം വെച്ചുകൊണ്ട് വേണം ചെയ്യുവാനെന്നുള്ള ആഴമായ ചിന്ത നൽകുകയാണ്. നിങ്ങൾക്ക് പ്രതിഫലമായി അവകാശമായി ലഭിക്കാനിരിക്കുന്നതിൽ നിങ്ങൾക്ക് കണ്ണുവയ്ക്കണം എന്നുള്ള ഒരു മാർഗനിർദ്ദേശം ഇവിടെ നൽകുകയാണ്. ഇവിടെ നമുക്ക് മനോഹരമായൊരു കാര്യമുണ്ട്. ഇവിടെ പറയപ്പെടുന്നത് നിങ്ങൾക്ക് പുനരുത്ഥാനത്തിൽ അവകാശം ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ സാധാരണയായി ഒരു പൗരസ്ത്യ സംസ്കാരത്തിൽ അവകാശമെന്ന് പറയുന്നത് പുത്രർക്ക് മാത്രമുള്ളതാണ്. ഭൃത്യർക്കൊരിക്കലും അവകാശമുണ്ടായിരുന്നില്ല, അവർക്ക് കടമകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ പൗലോസ്ലീഹ പറയുകയാണ് അവർക്ക് അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ ഭൃത്യരെ പോലും പുത്രരുടെ നിലയിലേക്ക് ഉയർത്തുന്ന ഒരു സാംസ്കാരികമായ ഒരു പുനർനിർണയം ഇവിടെ നമുക്ക് കാണാനാവും. ആത്മാർത്ഥമായ പ്രവൃത്തിയിലൂടെ, ഉദ്ദേശശുദ്ധിയിലൂടെ ഭൃത്യരും ശുശ്രൂഷിക്കുന്നവരും ഈ കുടുംബത്തിലെ അംഗങ്ങളാകുന്നു. ക്രിസ്തു നൽകുന്ന ഈ ഭവനക്രമത്തിലെ, ഈ ഭവനചട്ടത്തിലെ അവിഭാജ്യ ഘടകങ്ങളായി മാറുന്നു എന്ന് നമുക്ക് കാണാം. അപ്പോൾ പൗലോസ്ലീഹായുടെ ഈ ലേഖനങ്ങളിൽ ഒരു സോഷ്യോളജിയുടെ ഉയർന്ന ഒരു സംസ്കാരം, ഒരു പുനഃക്രമീകരണം ക്രിസ്തുവിൽ നമുക്ക് കാണാനാവും. ക്രിസ്തുവിലെല്ലാം നവീകരിക്കപ്പെടുന്നു. ഇവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ അടിമയെന്നോ ഭൃത്യനെന്നോ യജമാനനെന്നോ യാതൊരു വ്യത്യാസമില്ല. എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് എന്ന ചിന്തയാണ് പ്രബലമാകുന്നത്. അപ്രകാരം സമഭാവന നിറഞ്ഞ കുടുംബചട്ടക്രമമാണ് ആദിമ നൂറ്റാണ്ട് മുതൽ ക്രിസ്ത്യാനികൾ അനുവർത്തിക്കേണ്ടത് എന്ന് പൗലോസ്ലീഹ ആഹ്വാനം ചെയ്യുമ്പോൾ ആധുനികതയിൽ വളർന്നുവെന്ന് വിചാരിക്കുന്ന നമ്മുടെ ഉള്ളിലും ഉണ്ടാകേണ്ട പുരുഷ മേധാവിത്വത്തിൻ്റെ പേരിൽ കോലാഹലം ഉണ്ടാക്കുന്ന ഇന്നത്തെ സംസ്കാരത്തിലും സ്ത്രീ എന്തിൻ്റെ പേരിലാണ് പുരുഷന് വിധേയായിരിക്കേണ്ടത്, കുട്ടികൾ എന്തുകൊണ്ടാണ് മാതാപിതാക്കളെ അനുസരിക്കേണ്ടതും അനുഗ്രഹിക്കപ്പെടേണ്ടതും, ഭൃത്യന്മാർ എന്തിൻ്റെ പേരിലാണ് ശുശ്രൂഷ ചെയ്യേണ്ടതുമെന്നും വളരെ കൃത്യമായി നമ്മെ പ്രബോധിപ്പിക്കുമ്പോൾ അത് മറ്റൊന്നിൻ്റെയും പേരിലല്ല, യേശു നമുക്ക് കാണിച്ചു തന്ന സ്നേഹം എന്ന ഒറ്റ പ്രമാണത്തിൻ്റെയും ഒറ്റ കൽപ്പനയുടെയും പേരിലാണ്. ഇപ്രകാരം സ്നേഹം പൂത്തൊലയുന്ന കുടുംബങ്ങളാണ് ഭാര്യാഭർത്താക്കന്മാരും മാതാപിതാക്കളും കുട്ടികളും ഭൃത്യന്മാരും അടങ്ങുന്ന ഈ ഭവനക്രമത്തിൽ. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം, കൃപ നിറയുന്ന കുടുംബങ്ങൾ രൂപാന്തരപ്പെടുക എന്ന് പൗലോസ്ലീഹ തൻ്റെ എഫേസൂസുകാർക്കുള്ള ലേഖനത്തിലും കൊളോസ്യർക്കുള്ള ലേഖനത്തിലും വ്യക്തമായി നൽകുന്ന ഭാഗങ്ങളാണ് നാം ഇവിടെ കണ്ടത്. ഓരോ ഭാഗവും വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരം സ്നേഹത്തിൻ്റെ ഒരു പുനഃക്രമീകരണം നടത്തപ്പെടുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.